മേഡം. എന്താ? അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ മാറി നിൽക്ക്, വരയ്ക്കണ കേട്ടില്ലേ? എന്താ കുഴപ്പം? അല്ല എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഷൈന, എന്താ പ്രശ്നം? അതൊന്നുമില്ല മേഡം. അമ്മ പറയാ മേഡത്തിന് പേ ഇളകിന്ന്. എനിക്ക് അമ്മായിമ്മക്കടി എനിക്കൊന്നും നിനക്ക് പേ ഇളകിയതുകൊണ്ടല്ലേ നീ മുറിക്കകത്ത് കയറി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വാതിലടച്ചിരിക്കണത്. പേ ഇളകിയവർക്കേ ലൈറ്റ് കാണുന്നത് ഇഷ്ടമല്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ. നിങ്ങളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി മുഴുവൻ ലൈറ്റും കത്തിച്ച് വെച്ചിട്ടാണോ കിടന്നുറങ്ങുന്നത്? അതേമാതിരി കണക്കാക്കിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. മിസ്റ്റർ പങ്കജാശൻ, നിങ്ങളുടെ പെങ്ങൾക്ക് തലയ്ക്ക് വല്ല കേടുണ്ടോ ചോദിക്കും. തലക്കൂല കേടുണ്ടോന്നിരിക്കണ കണ്ടോ? ഇതുമായൊന്നും കേൾക്കരുത് കേട്ടോ. നിനക്ക് പേ ഇളകിയിട്ടുണ്ട്, അത് തന്നെയാണ് കാര്യം. എന്താ ചേച്ചി ഇത് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം. കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ വിവരദോഷിയെങ്കിലും വിളിക്കായിരുന്നു. മിസ്റ്റർ പങ്കജാക്ഷൻ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വാക്സിനേഷൻ എടുത്ത കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു കൊടുത്തു. വാക്സിനേഷന്റെ കാര്യം എന്നോട് പറയണ്ട. ഇന്നാള് വാക്സിനേഷൻ എടുത്ത ഒരു ചെക്കനാണ് പൂച്ച കടിച്ചിട്ട് പിന്നെ മരിച്ചത് പേ ഇളകിയിട്ട്. നിനക്ക് പേ പിടിച്ചിട്ടില്ലാന്ന് എന്താ ഉറപ്പ്? തലയ്ക്ക് വെളിവില്ലാത്തോട് സംസാരിക്കാൻ ഞാൻ നിൽക്കത്തില്ല. ഇതിനെ എങ്ങനെ വിളിച്ചോളൂ. ചേച്ചി പോവാ. National renewal. The national mood changes as the seasons change. We are moved by a sense of joy and exhilaration when the Madam? crowd stands still. എന്താ കാണുന്നേ? നെൽസൺ മണ്ടേലയുടെ സ്പീച്ചാ. That's spiritual and physical അല്ല, oneness. നീ എന്താ ഇവിടെ? എനിക്കിനി പേ പിടിച്ചോ നോക്കാൻ വന്നതാ. അയ്യോ അങ്ങനെ പറയല്ലേ. അത് അപ്പൊ അങ്ങനെ സംഭവിച്ചോല്ലേ. ഇപ്പൊ ഇവിടെ എല്ലാവരും സംശയം മാറി. നിനക്കും ഉണ്ടായിരുന്നല്ലോ സംശയം. അയ്യോ എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് വെള്ളം തന്ന് മാറി നിന്ന് ഒളിഞ്ഞു നോക്കിയുള്ള കൂട്ടത്തിലും പിന്നെ നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയ പുകിലിന്റെ കൂട്ടത്തിലൊക്കെ നീ ഉണ്ടായിരുന്നല്ലോ. അത് അപ്പൊ അങ്ങനെ ആ അവസരത്തിൽ സംഭവിച്ചു പോയതല്ലേ. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ മേഡത്തിന്റെ കൂടെ ആയിരുന്നു. എനിക്കറിയാം മേഡത്തിന് പേ ഒന്നും വരൂലെന്ന്. അതെന്താ, ഞാൻ മനുഷ്യ സ്ത്രീ അല്ലേ? അങ്ങനെയല്ല, അങ്ങനെ ഒരു പട്ടിക്കൊന്നും മേഡത്തിന് പേ വരുത്താൻ പറ്റൂല. അതെന്താ? അല്ല, ദുർബലരായിട്ടുള്ളവരാണെങ്കിൽ പേ ചിലപ്പോ പിടിച്ചേനെ. എന്റെ പൊന്നു കുഞ്ഞെ, ഈ പേ പിടിക്കുന്നതിന് അങ്ങനെ ദുർബലര് കരുത്തര് അങ്ങനൊന്നും ഇല്ല. ആർക്ക് വേണേലും സംഭവിക്കാം. മണ്ടത്തര എഴുന്നള്ളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും എല്ലാത്തിനും കൊല്ലണം. അയ്യോ മേഡം, ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളെ, കൊല്ലണ്ട. ഇവിടെ ഉള്ളതിനെ അല്ല, പിന്നെ എന്നെ കടിച്ചില്ലേ ആ പട്ടികളെ. എന്നെ കടിച്ച ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടൂല. എല്ലാത്തിനും ഞാൻ കൊല്ലും. അയ്യോ ആരേ മേഡം? എന്തായാലും തന്നെയല്ല. പങ്കാമ്മ വന്നേ. എന്തേ ആകെ പ്രശ്നമാ. എന്തേ? സാറമ്മ മേഡത്തെ കടിച്ച പട്ടികളെല്ലാം കൊല്ലണമെന്നാ മേഡം പറയുന്നേ. അയ്യോ അതിപ്പോ ഈ പഞ്ചായത്തിൽ ഒരുപാട് പട്ടികളുണ്ടല്ലോ മേഡം. അതിലിപ്പോ മേഡത്തിനെ കടിച്ച പട്ടീനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ടാസ്കാണ്. എന്നാ ഒരു കാര്യം ചെയ്, ഈ നാട്ടിലുള്ള എല്ലാ തെരുവുപട്ടികളെയും അങ്ങ് പിടിച്ചു കൊന്നേക്ക്. എന്താ ഈ പറഞ്ഞ? മേഡത്തിന് അറിയാലോ, അവറ്റകളൊക്കെ കൊല്ലാന്നൊക്കെ പറയുന്നത് വലിയ നിയമപ്രശ്നമുള്ള കാര്യങ്ങളാണത്. ശരി, കൊല്ലണ്ട, പിടിച്ചു കൂട്ടിലാക്കാലോ. അതിന് നിയമപ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോ മേഡത്തിന്റെ ഒരു പ്രത്യേക താല്പര്യം പരിഗണിച്ച് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മുഴുവൻ പട്ടികളെയും പിടിച്ച് കൂട്ടിലടയ്ക്കാൻ പാർട്ടിയുടെ വക ഒരു നിർദ്ദേശം പഞ്ചായത്തിന് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. പട്ടിക്കൊരു കൂട് എന്ന് ആ പദ്ധതിക്ക് പേരൂടാം. പട്ടിക്കൊരു കൂട് പദ്ധതി? അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങള്. ഇതൊക്കെ വല്ല നടക്കുവോ? അതോ ഈ പഠിപ്പുര അങ്ങോട്ട് കടന്നു കഴിയുമ്പോ എല്ലാം മറന്നു പോകും പതിവ് പോലെ? എന്താ ഈ പറയണത്? ഇപ്പൊ മേഡത്തിനെ പട്ടി കടിച്ചു എന്ന് പറയണത് പാർട്ടിയുടെ ഒരു അഭിമാന പ്രശ്നമാണേ. ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ഒക്കെ നിലപാടെന്ന് പറഞ്ഞപ്പോ മേഡത്തിനെ പട്ടി കടിച്ചു എന്നുള്ളതല്ല, പാർട്ടീനെ പട്ടി കടിച്ച പോലെ ഇപ്പൊ അവരുടെ വർത്താനം. അപ്പൊ ആ കാര്യത്തിൽ നിന്ന് നമ്മുടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കണല്ലോ. ഈ ഒരു പട്ടികട് കാരണം എന്റെ പ്രതിച്ഛായ മുഴുവൻ നഷ്ടപ്പെടുമല്ലോ. അമ്മേ, അമ്മേ, അച്ഛാ, അമ്മച്ചാ, അയ്യോ. എന്റെ മേഡം, കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കണം. ഇവിടെ കാണും വന്ന് ഇരുന്നൂടെ? ഒരു പട്ടി എന്നെ കടിച്ചെന്നും പറഞ്ഞോണ്ടേ എവിടെങ്കിലും ഇരുന്നാൽ ആയുഷ്കാലം ഞാൻ ഇരുന്നു പോവും.
ഇതിലും വലിയ പട്ടികൾ എന്റെ നേരെ കുരച്ചു ചാടിയിട്ട് അന്നൊന്നും ഞാൻ കുലുങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോ അങ്ങനെ ഒരു പട്ടികളും എന്നെ ഇരുത്താമെന്ന് വിചാരിക്കണ്ട. അല്ല, ഇതുവരെ പട്ടികളൊക്കെ കുറച്ച് ചാടിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പഴല്ലേ കടി കിട്ടുന്നേ. അതല്ല, ഇപ്പൊ എനിക്കെങ്ങാനും വരുന്ന കടി കിട്ടിയെങ്കിലേ ഞാനൊരു 2-2.5 മാസം ഇവിടെ സുഖമായിട്ട് വിശ്രമിച്ചേനെ. അല്ലെങ്കിലും അങ്ങനെയാ, പാപങ്ങളെങ്ങൊന്നും ഒരു പട്ടിക്കും വേണ്ട. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്, ആ വഴിയിലോട്ട് ഇറങ്ങി നിൽക്കും. അവിടെ 10-15 എണ്ണം ഉണ്ട്. ചെന്ന് കടി വാങ്ങിച്ചേച്ചുമ്പാ, എന്നിട്ട് റെസ്റ്റ് എടുക്ക്. അത് വേണ്ട മേഡം, ഇങ്ങനെ നിന്ന് വെറുതെ കാല് നീര് വെക്കല്ലേ. വന്നേ ഇവിടെ ഇരുന്നേ. എനിക്കിരിക്കണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഇരിക്കണം. എനിക്ക് ഇരിക്കണ്ടെന്നാ. ഈ പെണ്ണ് വിടറി. ഇരിക്ക്. വലിയ വിപ്ലവകാരിയൊക്കെ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ കാല് നീര് വെച്ചാലേ ഞാൻ തന്നെ വേണ്ടേ കുഴമ്പിട്ട് വരാൻ. അയ്യ, അവള് കുഴമ്പിടാൻ വന്ന് നിൽക്കുന്നു. ഞാനേ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ച ആളാ. എനിക്ക് എന്നെ നോക്കാൻ നന്നായിട്ട് അറിയാം. എനിക്ക് ഒരാളുടെ സഹായം വേണ്ട കേട്ടോ. മേഡം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. മേഡം ഇങ്ങനെ പിണങ്ങല്ലേ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. നീ അകത്തേക്ക് പോ. മേഡം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് എപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാൻ ഇല്ലാത്തത്? അയ്യോ, ഇത് അങ്ങനത്തെ കാര്യമല്ല. മേഡത്തിനെ ഇതിനു മുമ്പ് മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അതോ ഇത് ആദ്യമായിട്ടാണോ? നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? മിസ്റ്റർ പങ്കജാക്ഷൻ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്ക് എന്തിനാ സാറാ മേഡത്തിനോട് ദേഷ്യം? ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാറാമേടായിട്ടുള്ള സഹവാസത്തിന് ശേഷം എന്റെ കരിയറിൽ, എന്റെ രാഷ്ട്രീയ കരിയറിൽ എനിക്ക് ഉയർച്ചയല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്നാ എനിക്ക് നേരെ തിരിച്ചാ. എന്നീ തറവാട്ടി വന്ന് കേറിയോ അന്ന് തൊട്ട് എന്റെ രാഷ്ട്രീയ ഭാവി ആകെ അവതാളത്തില. അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി സാറാ മേഡം? ഇവിടെ താൻ പൊട്ടനാണോ? ഇത്രയും വലിയ സംഭവം ആ മുറ്റത്ത് നടന്നിട്ട് താൻ ഇതൊന്നും കണ്ടില്ലേ? അല്ലേ തന്നെ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും സാറാമയെ പട്ടയടിച്ചെന്നും പറഞ്ഞിട്ട് ഊറി ചിരിച്ചോണ്ടിരിക്കുക. സ്വന്തം പാർട്ടിക്കാരന്റെ വീട്ടുമുറ്റത്ത് തന്നെ എന്നെ കരിങ്കൊടി കാണിക്കുകയും കൂടെ ചെയ്തു എന്നറിഞ്ഞ ഇരട്ട പ്രഹരം കിട്ടിയ പോലെ ആയില്ലേ? അല്ല, നാട്ടിൽ നിന്നുള്ള തെരുവ് നായ്ക്കളെ മുഴുവൻ തുരുത്തി ഓടിക്കാനുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുള്ള സാറാ മേഡം ഇത്തരത്തിലുള്ള ഈ ചീള് പ്രതിഷേധങ്ങൾക്ക് അർഹിക്കുന്ന പുച്ഛത്തോടുകൂടെ തള്ളണം എന്നാണ് എന്റെ അഭിപ്രായം. അതും ശരിയാണ്. ഇതിനേക്കാൾ വലിയ പ്രതിഷേധം വന്നിട്ടും കുലുങ്ങാത്ത ആളാണ് ഞാൻ. എന്നാലും ഈ കരിങ്കൊടി പ്രശ്നം എന്റെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കുമോ എന്നാണ് എന്റെ ഒരു പേടി. അതിനെ കുറിച്ചിട്ട് മേഡം പേടിക്കണ്ട. ഇനിയും കരിങ്കൊടിയായിട്ട് വരുമോ? ഈ ചേച്ചിക്കാരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തെന്നാ എനിക്ക് പിടുത്തം കിട്ടാത്തത്. അല്ല, ചിലപ്പോ മേഡം ഈ അരി എങ്ങാനും ഉണക്കാട്ടെ അത് കാക്ക വന്ന് കൊത്താതിരിക്കാൻ വെറുതെ ഒരു തുണി പൊക്കി ഇങ്ങനെ കാണിച്ചതോ? പങ്കജാക്ഷൻ, ഒരുപാടങ്ങ് പെങ്ങളെ ന്യായീകരിക്കല്ലേ. ഇനി അവര് കരിങ്കൊടി കാണിച്ച എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ ചേച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. അവരുടെ കാല് പിടിക്കാൻ പോവായിരിക്കും. കാല് പിടിക്കാണ്ടും കാര്യം പറയാലോ മേഡം. ഞാൻ പറയും. പറഞ്ഞാ മതി. അല്ലേ? എനിക്കറിയാം. ആരീ പടി ഇങ്ങനെ കൊട്ട വെച്ചത്? അയ്യോ, അതിന് എന്നെ പറയാ. അത് ഞാൻ പണിതല്ല, അത് കാരണന്മാര് പണിത് വെപ്പിച്ചിട്ടുള്ള. നിമിഷം ഇവിടുന്ന് എഴുന്നേറ്റോ, അല്ലെങ്കിൽ ചവിട്ടി നിന്റെ നട്ടലൊടിക്കും ഞാൻ. എന്നാ ഓടിക്കണേ. കരിങ്കാളിക്ക് മുന്നിൽ കരിങ്കോഴി അറുത്തതും നട തുറന്ന് പൂജ ചെയ്തതൊക്കെ നിന്റെ പിന്നെ ഇതുപോലെ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കണ്ട് നിനക്ക് ഉഴുതാ പോരായോ? അവളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. നീ എന്തിനാ സീതയുടെ കൂടെ സമരത്തിന് പോയത്? ശ്വാസമുള്ള ആ ശരീരത്തിലെ പ്രാണൻ കണ്ടേ, സീതയുടെ പ്രായമല്ല നിനക്ക്, അത് നീ മനസ്സിലാക്കണം. സീത പറയുന്നത് കേട്ടോണ്ടേ കുടി പിടിക്കാനും സമരം ചെയ്യാനും പോയി എവിടെങ്കിലും വീട് കിടന്നാലേ ഇനി നിന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്റെ മോൻ ഉത്തമം നോക്കിക്കോളും. അയ്യോ, പിന്നെ നോക്കും. അവന് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരാൻ നേരമില്ല, പിന്നെ നോക്കുന്നത്. അതുകൊണ്ടേ സീതയുടെ കൂടെ ഇനി നീ സമരത്തിനൊന്നും പോകരുത്. പറഞ്ഞ മനസ്സിലായോ? പെണ്ണുമ്പോഴോട് പറഞ്ഞാൽ മതി കേട്ടാ. പെണ്ണുമ്പിള്ളോട് പറയുന്നത് കേൾക്കാത്തോണ്ടല്ലയോ നിന്നോട് പറഞ്ഞത്? നീയെങ്കിലും ഇത് കേക്കടി. മകൾ നോക്കിയാ മതി. ിക്കുമ്പോഴെങ്കിലും ഒരമ്മയ്ക്ക് അല്പം മാറ്റമൊക്കെ ആവാം.
ഇല്ല അമ്പിളിക്ക, ഇപ്പഴേ ഇവിടുത്തെ സ്റ്റാർ ആയിരിക്കുന്നൊക്കെ തെരുവുപട്ടികളാ നാട്ടില്. പക്ഷെ അതിലും സ്റ്റാറാന്ന് തോന്നുന്നു നമ്മുടെ അമ്മ. പിന്നെ ബാക്കിയൊക്കെ രാത്രി വിളിക്കുമ്പോ പറയാട്ടോ. ഓക്കെ? എന്റെ മൂലയ്ക്ക് വന്നിരുന്ന ആർക്കാ മെസ്സേജ് അയക്കണേ? ഞാൻ എന്റെ കെട്ടിയോനല്ലാതെ ആർക്ക് അയക്കാനോ? അയ്യോ, അതിന് ഇത്ര സീരിയസ് ആയിട്ട് എന്താ അയക്കാനുള്ളേ? അതെ, ഞാൻ പറയായിരുന്നു ഇപ്പൊ ഇവിടുത്തെ സ്റ്റാർ ഇവിടുത്തെ തെരുവ് നായ്ക്കളാണ്. അതാ. പട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴേ എവിടെയാ നിന്റെ സാറാമ്മ മേഡം? എന്റെ സാറാമ്മ മേടോ? പിന്നല്ലാതെ നീയല്ലേ അവരുടെ ആള്, നീ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? ചേച്ചി ചുമ്മാ കളിയാക്കല്ലേ. അങ്കിയാമനും സാറമ്മ മേഡം കൂടെ അർജന്റായിട്ട് എന്തോ പാർട്ടി മീറ്റിങ്ങിന് പോയേക്ക. എന്തായാലും തെരുവ് നായയുടെ പ്രശ്നം തുടങ്ങി വെച്ചത് സാറാമ്മ മേഡം ആണെങ്കിലും ഷൈൻ ചെയ്യണം നമ്മുടെ അമ്മയാ. അതങ്ങനെയല്ലേ പിന്നെ വരുള്ളൂ. നാട്ടുകാരെ മൊത്തം ഓടിച്ചിട്ട് കടിച്ച തെരുവ് പട്ടികൾ ഇപ്പൊ മാടപ്രാവ്, കടി കിട്ടിയ പാവ സാറമ്മ മേഡം രക്തരക്ഷസ്. എടി ഇതാ പറയുന്നേ, ആവശ്യത്തിലും അനാവശ്യത്തിലും ഒക്കെ പോയി അങ്ങ് ഇടപെടരുത്. ഇപ്പൊ കണ്ടോ, ചില കാര്യങ്ങളിൽ ഇറങ്ങുമ്പോഴേ ഇതുപോലെ പൊള്ളു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേച്ചിക്ക് എന്താ സാറമ്മ മേഡത്തിനോട് ഇത്ര ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്തോ അവരെ കണ്ടപ്പോ തൊട്ട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്. എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവരുടെ മട്ടും ഭാവമൊക്കെ കണ്ടാ തോന്നും അവരാണ് ഈ ഇന്ത്യ ഭരിക്കണേന്ന്. എല്ലാരും ഭരിപ്പിച്ചങ്ങ് നടക്കല്ലേ. ചേച്ചിക്ക് അസൂയ അസൂയ. എനിക്കോ? എന്തിനാ അസൂയ? അതും വെറുതെ തെക്ക് വടക്ക് നടക്കണ ആ സ്ത്രീയോട്. ഞാനേ അഡ്വൈസ് മെമ്മോ വന്നിട്ട് സർക്കാർ ജോലി പ്രവേശിക്കാൻ പോകുന്ന ആളാണ്. അതെ, ഈ തെക്ക് വടക്ക് നടക്കുന്ന സ്ത്രീ നാളെ മന്ത്രിയായല്ലേ ചേച്ചിയുടെ സർക്കാർ ഉദ്യോഗം റദ്ദാക്കാൻ പറ്റും. അങ്ങനെ അവര് മന്ത്രിയായി അവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്ന ആ നിമിഷം ഞാൻ രാജിവെക്കും. ആണല്ലോ? അപ്പൊ ഞാൻ ഇത് അവരോട് പറഞ്ഞു കൊടുക്കും. എന്തിനാ നീ അവരോട് പോയി പറയണേ? ചേച്ചിയുടെ ജോലി പോട്ടെ, ചേച്ചിക്ക് വേണ്ടല്ലോ അവർ മന്ത്രിയായാല്. എടി ഇതാ ഞാൻ പറഞ്ഞത്, നീ അവരുടെ ആളാന്ന്. അയ്യ, കണ്ടതും കേട്ടതും ഒക്കെ അവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്തേക്കണം. അത് പിന്നെ അവർ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളല്ല, അറിയട്ട കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അമ്മയോട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ പിന്നെ ഇതാ ഞാൻ പറയണത്, എരുതിയിൽ എണ്ണ ഒരു ഒഴിക്കണവരാണ്. താൻ ഇനി ഒന്നും പറയണ്ട. ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാരും എന്റെ പരാജയം കാണാൻ നോക്കിയിരിക്കല്ലേ. ആഘോഷിക്കും, എല്ലാരും ആഘോഷിക്കും. പതുക്കെ നടന്നാ മതി, ഞാൻ തീരുമാനിച്ചോളാം. അന്നാ വേദന നടന്നോ, വേദന എടുക്കും. പിടിക്കണോ? വേണ്ട, എനിക്കാരുടെ സഹായം വേണ്ട. ഒരു കുറവില്ല. കാലിപ്പ ഇങ്ങനെ അല്ലെങ്കിൽ ആ കാലിന്റെ നെഞ്ചത്ത ഈ എന്ത് വർത്താനങ്ങളൊക്കെ ഈ പറയണം. ഒന്നാമത്തെ കാര്യം പിന്നല്ലാതെ. അതെ, ഇങ്ങോട്ട് നോക്കിയേ, ഈ ഭൂമി മുഴുവൻ തലയെ ചുമന്നുകൊണ്ട് നടക്കണ ഭാവാണ് അതിന്. ആ അഹങ്കാരം ഒന്ന് കുറച്ചാണ്ടല്ലോ നന്നായിക്കോളൂ. ആ അഹങ്കാരം ഒത്തിരിയൊക്കെ ഉണ്ടാവും. നിന്റെ മരി അടക്കളയിൽ പണിയല്ല, അതൊക്കെ നാടിന് വേണ്ടിട്ട് ജോലി എടുക്കണ ആൾക്കാരാ. പങ്കാമ വന്നു കയറിയവർക്ക് വേണ്ടി എന്റെ മെക്കിട്ട് കയറില്ലേ? ഞാൻ വെറുതെ ഇരിക്കുമെന്നല്ല, PSCയുടെ അഡ്വൈസ് മെമ്മോ വന്നിട്ടേ പോസ്റ്റിംഗ് അകത്ത് ഇരിക്കുന്ന ആളാ. പോസ്റ്റിംഗ് നീ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. ഈ രാഷ്ട്രീയക്കാർ വിചാരിച്ചില്ലെങ്കിൽ അത് വീട്ടിലുണ്ടാവില്ല. അയ്യോ, ഞാൻ ആരുടെ ശുപാർശ കൊണ്ട് പാസ്സായതൊന്നുമല്ല, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പാസ്സായതാ. എന്നാ പാസ്സായിട്ട് അവിടെ ഇരുന്നോ, നോക്കാം. ഞാൻ ആ സമയത്ത് പങ്കാമ കുങ്കാമ എന്നിട്ട് വരാഞ്ഞാ മതി. ഞാൻ വെച്ചാ ഓരോ വർത്താനം. ഒന്നാമത്തെ എന്തിനാ ഈ ജാതി വർത്താനൊക്കെ അവരോട് പറയണേ? പിന്നെ ഈ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ ഉള്ളവരെ കുറ്റം പറയാ. കുറ്റം പറയാ. ഈ ചേച്ചിയുടെ കൂടെ നടന്നിട്ടുള്ളൂ, നിന്റെ സ്വഭാവം അങ്ങനെ തന്നെയായി. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കൂട്ടോ. എന്തിനു നീ കൂടി പോയി പറയാൻ നിൽക്കണേ? ഇപ്പൊ എങ്ങോട്ടാ പോണേ? അങ്ങോട്ട് പോയാ ആ താടകയുടെ വായിരിക്കണം മുഴുവൻ കേൾക്കേണ്ടി വരും. ഇവിടെ ഇരുന്നോ? ദൈവമേ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്റെ. ആരെങ്കിലും പറഞ്ഞ അതിനെ ഇവിടെ താമസിപ്പിക്കാൻ? അയ്യോ, ഫോണില്ലേ ആശ്വസിപ്പിക്കാൻ? ചേച്ചിക്ക് ഇതിപ്പോ എന്താ? നീയല്ലേ പ്രൈവറ്റ് സെക്രട്ടറി, പോടി. ഞാൻ പൊക്കോളാം എനിക്ക് തോന്നുമ്പോ. അമ്മയുടെ ഭാഗം ഇങ്ങോട്ട് കയറിയിരിക്കാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ. എന്നാലും തോറ്റുപോയല്ലേ. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് സങ്കടം പറയും. അങ്ങോട്ട് മാറ്, കാര്യങ്ങളും എടുക്കട്ടെ. എനിക്കൊരു തേങ്ങ. അങ്കിയമ്മ, ഞാൻ നിങ്ങളുടെ കൂടെ ആട്ടോ. എന്തിന്? അല്ല, നിങ്ങളുടെ ഗ്രൂപ്പിലാ ഞാൻ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇനി ആളും വേണ്ട, ഉള്ളവരെ കൊണ്ട് അതിനെ തോറ്റിട്ടിരിക്കുന്നു. അല്ലേ, ഞാൻ കാര്യം ചെയ്യട്ടെ, പങ്കാമ ശരിക്കും ആ സമയത്ത് വാ തുറന്നില്ലേ? ചോദിച്ചതാ. അങ്ങോട്ട് തുറന്നാ മതി ഈ ജാതി വർത്താനം പറയാൻ. സാറമ്മേടെ അവിടെ എത്തിയോ? ഇതപ്പം അവിടെ എത്തിയുള്ളൂ. ആണല്ലേ? അതിപ്പോ കേന്ദ്രത്തിൽ ഇത്ര പെട്ടെന്നൊരു വീഡിയോ വന്നേ?
എന്താ പുണ്ണി, ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർക്കും അതേപോലെ പട്ടാളക്കാർക്കും എപ്പോഴും അലാട്ടായിരിക്കണം. കേന്ദ്രത്തിൽ നിന്നൊരു വിളി വന്ന അപ്പം അങ്ങോട്ട്. അമ്മാവൻ എത്ര കാലമായി രാഷ്ട്രീയത്തില്? അമ്മാവൻ ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ഒരു വിളി ഇതുവരെ വന്നില്ലല്ലോ അല്ലെ? അതിനിപ്പോ ഞാൻ ഈ കേരളത്തിലെ കാര്യങ്ങളാണല്ലോ കൂടുതൽ നോക്കണേ. എന്നിട്ട് സംസ്ഥാനത്ത് നിന്ന് വിളിയൊന്നും വന്നില്ലല്ലോ. ഞാൻ എന്നെ വിളിക്കണൊക്കെ ഇപ്പൊ നിന്നെ കേൾപ്പിച്ചിട്ടാ. വിളിക്കലൊക്കെ ഉണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യലുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ അങ്ങനത്തെ നേതാക്കന്മാരല്ലേ, ചോട്ടാ നേതാക്കന്മാരാണ്. ഒരു കണക്കിന് ചോട്ടാ നേതാവായിട്ട് നിക്കണതിന്റെ ഏട്ടം നല്ലത്. മനസമാധാനം ഉണ്ടാവൂലോ. അത് അമ്മാവൻ മനസ്സിൽ സങ്കടം ഉണ്ടായിട്ട് പറയില്ലേ? ഇതപ്പൊ തന്നെ സാറാമ്മയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നമ്മുടെ പാർട്ടിയിൽ നിന്ന് 2 മുതിർന്ന നേതാക്കന്മാര് എതിർ പാർട്ടിയിലേക്ക് മാറാൻ പോണെന്ന് അറിഞ്ഞിട്ട് പാർട്ടി അവരെ വിട്ടേക്കാണ് സാറാമ്മനെ. അവരിനായിട്ട് ഒരു അനുരഞ്ജന ചർച്ച നടത്തിയിട്ട് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി നമ്മുടെ പാർട്ടിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിട്ട്. അല്ല മാവ, ഈ പോണ 2 നേതാക്കന്മാരോട് പോട്ടേന്ന് വിചാരിച്ച പോരെ? എന്തുട്ടാ ഈ ചെക്കൻ പറയണേ? എടാ, അങ്ങനെ 2 നേതാക്കന്മാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ എത്ര അണികൾ പോകുന്നറിയോ നിനക്ക്? ഇതൊക്കെ ഒരു പാർട്ടി കളിയാണേ. അതൊന്നും വിടാൻ പറ്റില്ല നമുക്ക്. 2 നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ നഷ്ടം നിനക്കറിയില്ല. അമ്മാവൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അമ്മാവന്റെ പാർട്ടിയിൽ നിന്ന് 2 നേതാക്കന്മാര് വേറെ പാർട്ടിയിലേക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ പാർട്ടി മോശമായതുകൊണ്ടല്ലോ അവരങ്ങോട്ട് പോണേ. എന്താ ഈ ചെക്കൻ പറയണേ? ഏട്ടാ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളികളാണ്. ഇപ്പോ ഈ നേതാവിന്റെ കൂടെ എത്ര അണികൾ ഉണ്ടാവും കണക്കാക്കിയിട്ടുള്ള വലിയാണത്. ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവരെ അങ്ങോട്ട് വലിക്കണേ. പിന്നെ നിസ്സാര കളിയൊന്നുമല്ലത്. എന്റെ അമ്മാവൻ ആരും ഇങ്ങനെ കാശും കൊടുത്തിട്ട് വിളിക്കണില്ലല്ലോ. അതെന്താ? ആരാ പറഞ്ഞേ? വിളിച്ചോ? അങ്ങനെ വിളിച്ച പോണ ആളാണോ വങ്കി? ഇപ്പതാ കഴിഞ്ഞ ഇലക്ഷന് ഒരു 10,000 വോട്ടം കണ്ട് മറയ്ക്കാൻ വേണ്ടിട്ട് 12 ലക്ഷം രൂപയാണ് പങ്കിക്ക് തരാന്ന് പറഞ്ഞത്. പങ്കി അളവോ പോയില്ല. അമ്മാവാ, അമ്മാവന്ന് വേറെ ആരെങ്കിലും പോയി പറയട്ടാ. എന്റെ അടുത്ത് ചെലവാകൂല. അല്ല, 12 ലക്ഷം കിട്ടിയിട്ട് വേണ്ടാന്ന് പറയുന്ന ഒരാള് ഇവിടെ 12 രൂപക്ക് ഇറക്കല്ലോ ഇടക്കിടക്ക് എന്റെ അടുത്ത്. സത്യമായിട്ട് പറ. സത്യം. ഞാൻ ഉറങ്ങാൻ പോവാ. ഇതൊക്കെ കേട്ടിരുന്നാലേ എനിക്ക് തലക്ക് ഭ്രാന്താവും. അമ്മാവനും പോയി കിടക്ക്. നിനക്ക് എന്തെങ്കിലും പ്രാന്ത് തന്നെ? ആ, ഭ്രാന്ത് തന്നെയാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതി 12 ലക്ഷം അല്ല, ചിലപ്പോ 12 കോടി എന്നാലും ചിലപ്പോ പോവും. അതൊന്നും പറയാൻ പറ്റില്ല. മാമ അവിടെ എത്തിയിട്ടില്ല. അവിടെ മാമ എത്തുവാണെങ്കിൽ എനിക്ക് അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ കിട്ടും. ഞാൻ അത്ര ആൾക്കാരെ ഇവിടെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ മാമ അവിടെ എത്തിയിട്ടില്ല. അതെ, വേറൊരു കാര്യമുണ്ട്. വിജയുടെ പുതിയ സിനിമ കാശ്മീരിൽ ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് ബാർബർ ഷാപ്പിൽ ഒരു മാസികയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിണ്ടാവോ? അയ്യോ, കാശ്മീരിലേക്കോ? അതേപ്പറ്റി കവലപ്പെടണ്ട. മാമ കാശ്മീർ പോവേയില്ല. എന്റെ വഴി അറിയില്ലേ? അതല്ല, മാമാവുക്ക് പനി അലർജി താൻ. പനിയാ? പനി നിറം മഞ്ഞ്, മഞ്ഞും തണുപ്പും മാമാവുക്ക് പ്രശ്നം താൻ. അതുകൊണ്ട് മാമ കാശ്മീർ പോവില്ല. അല്ലക്ക, ഈ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നോ? നിങ്ങൾക്കറിയില്ലേ, മാമ കൗണ്ടർ മണി പോലെ 24 മണിക്കൂർ തമാശ പറഞ്ഞോണ്ടേ ഇരിക്കും. എന്നാ പോകുന്നതിന്റെ 2 ദിവസം മുന്നേ കാതൽ കൊണ്ടേന്ന് പറഞ്ഞ സിനിമയില് ധനുഷ് മാതിരി ഇരുന്ന്. ധനുഷാ? നിങ്ങൾ കാതൽ കൊണ്ട സിനിമയില് ധനുഷിനെ പാത്തതില്ല? ഇല്ല. കാതൽ കൊണ്ട സിനിമയെ പാത്തിട്ടില്ല? ഇല്ല. അതില് ധനുഷ് ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച്, ഞാൻ കഥ ചൊല്ലിത്തരേ. അവരിങ്ങനെ സിനിമ കഥ പറയേണ്ട സമയല്ലല്ലോ. അതല്ല, മാമാവുടെ അവസ്ഥ ഞാൻ ചൊല്ലി തന്നതാ. അതില് ധനുഷ് മാതിരി 2 ദിവസം മാമ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഓ, അതായത് പോകുന്നതിന് മുമ്പ് വളരെ ശാന്തനായിരുന്നു. ഈ ഉത്തമേട്ടനെ പോകുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായിട്ട് ചെയ്ത ബിസിനസ് എന്തായിരുന്നു? ഊഞ്ഞാൽ ബിസിനസ്. ഊഞ്ഞാല? ഊഞ്ഞാല ആരെങ്കിലും ബിസിനസ് ചെയ്യോ? മാമ ചെയ്തല്ലോ. അത് 2 കയറും ഒരു മട്ടലുണ്ടായി ഊഞ്ഞാലായില്ലേ? ഇത് അന്തമാതിരി അല്ല, ഒരു പ്ലാസ്റ്റിക് കയറില്ലേ ഇങ്ങനെ കിടന്നാടുന്ന ആ ബിസിനസ് ആണ് മാമ ചെയ്തത്. ആ ഊഞ്ഞാൽ. എന്നിട്ട് അതിൽ വല്ല നഷ്ടം സംഭവിച്ചതായിട്ട്? നല്ല ലാഭമായിരുന്നു. ആ ലാഭത്തിന് മാമ എനിക്കൊരു നല്ല സാരി വരെ വാങ്ങിച്ചു തന്നു. അപ്പൊ സാമ്പത്തിക പ്രശ്നമല്ല. അല്ല. പിന്നെ ഇനിയിപ്പോ
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കുമാരി നീ ഇനി CBI പോലെ അവളെ ചോദ്യം ചെയ്യുന്നു വേണ്ട. ഉത്തമനല്ലേ, അവനവൻ സമയമാകുമ്പോ കൊണ്ട് വരും. ആരും ഉഷ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. മാമ എപ്പോ വന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? അങ്ങനെയൊന്നും പറയല്ല പുണ്യണ്ണ. അങ്ങനെയല്ല മരതകം ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് അപ്പച്ചിയുടെ മാല മോഷ്ടിച്ചു പോയിട്ട് കുറെ കാലം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നില്ലേ, അതുപോലെ വരും. അയ്യോ, അപ്പൊ ഇനി മാമ കുറെ കാലം കഴിഞ്ഞാലേ വരുള്ളൂ? അങ്ങനെയല്ല, ഇതിപ്പോ മോഷ്ടിച്ചിട്ടൊന്നല്ലല്ലോ പോയത്, വേഗം വരുമായിരിക്കും. അതന്നെ അക്ക അങ്ങനെ ടെൻഷൻ ആവൊന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോ പോയതായിരിക്കും. വരും. എന്നാലും മാമ ഇതുവരെ എന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോയിട്ടില്ല. എന്താ അപ്പൊ അത്ര അത്യാവശ്യത്തിന് പോയതായിരിക്കും. അക്ക അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. കുമാരി തന്റെ തറവാടോ? എന്റെ അറിവിൽ ഈ തറവാട് മിസ്റ്റർ ബലരാമന്റെയാണ്. ഇൻസ്പെക്ടർ ബലറാമിന്റെ. ഇൻസ്പെക്ടർ ബലറാം അല്ല, കൊട്ടിലപ്പാട്ട് മിസ്റ്റർ ബലരാമൻ. അതായത് എന്റെ അമ്മാവൻ ബലരാമൻ. ഈ എന്റെ അമ്മാവനെ പോലെ അതേ രീതിയിൽ അധികാരമുള്ള വേറൊരാളും കൂടി ഉണ്ട്. അടുത്താന എന്റെ അമ്മ ബാലാമണി അമ്മ. ഓ, അപ്പച്ചിയുടെ മോനാ? അതെ. നാട് വിട്ടു പോയത്? നാട് വിട്ടു പോയല്ല, ടൂറ് പോയതാ. ഇത്രയും വർഷവും? അത് സ്ഥലങ്ങൾ കണ്ടു തീർന്നപ്പോ ഇത്രയും വർഷമായി. എന്റെ പൊന്നോ. അപ്പൊ കുട്ടി ഏതാന്ന് എനിക്കറിയില്ല, എന്താന്ന് എനിക്കറിയാൻ പാടില്ല. പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു എനിക്ക് ഇച്ചിരി വിശ്രമിക്കാറ്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്റെ റൂമിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് വിശ്രമിക്കാനും. ദൂരയാത്ര കഴിഞ്ഞിട്ട് വരുന്ന. അയ്യോ, ഇത് എന്റെ റൂമാണ്. ഞാനും വൈഫും വന്ന് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കണം. മോളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നന്നായിരുന്നു. ഇത് ഞാൻ വാടകയ്ക്ക് എടുത്തേക്കുന്ന റൂമാണ്. വാടക? ആ, അത് എന്റെ റൂം ഞാനറിയാതെ വാടക കൊടുത്താ? ഷാഹിന, അയ്യ, ഈ വിളിക്ക് അവളിപ്പോ ഇനി വരും. ഷാഹിന, ഇവിടുന്ന് മാറിക്കേ. എന്താ പേര്? എന്റെ പേരെന്ത് തനിക്കെന്തിനാ? വെറുതെ ശൂശു എന്ന് വിളിക്കണ്ടല്ലോ, പേരറിയെങ്കിൽ പേര് വിളിക്കാലോ എന്ന് ഓർത്ത. ഞാൻ ഉത്തമൻ. ഞാൻ ചോദിച്ചാ? അല്ല, അല്ലെങ്കിൽ എന്നെ ശൂശു എന്ന് വിളിക്കേണ്ടി വരില്ലേ? അപ്പൊ ഉത്തമ എന്ന് വിളിച്ചാൽ മതി. എന്റെ പേര് സാറാമ്മ. അതിലും നല്ല ശൂശു തന്നെയായിരുന്നു. ഷാഹിന! മേഡോ, മേഡം ഇതെപ്പോഴാ വന്നേ? ഏത് മേഡം? ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ വന്നേക്കണത്, ആരാന്ന് വെച്ചിട്ട് ഒന്നും പറയാനുള്ള. സാറമ്മ മേഡം, ഇത് ഉത്തമേട്ടൻ, നമ്മുടെ അപ്പച്ചിയുടെ മോനാ. ഉത്തമേട്ടാ, ഇത് സാറമ്മ മേഡം, നമ്മുടെ പങ്കാമന്റെ പാർട്ടിയിലെ നേതാവാ. മേഡത്തിനെ ഈ റൂം ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തേക്കാ. അതുകൊള്ള എന്റെ റൂം ഞാൻ അറിയാതെ നിങ്ങൾ വാടക കൊടുത്തേക്കണം. അതിന് ഉത്തമേട്ടൻ ഇവിടെ ഉണ്ടായില്ലല്ലോ, തമിഴ്നാട്ടിലല്ലായിരുന്നു, പിന്നെ എങ്ങനെ പറയാനാ? ഇത് തമിഴ്നാട് വരെ ഓടി വന്ന് പറയൊന്നും വേണ്ട, ഫോൺ ചെയ്താൽ എനിക്കറിയാൻ പറ്റൂലേ. അതപ്പം പെട്ടെന്ന് ഇപ്പം ഉത്തമേട്ടൻ കയറി വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. അതെ മാഡം, ഇതിപ്പോ ഞാനും വൈഫും കൂടി വല്ലപ്പോഴൊക്കെയാണ് ഇവിടെ വന്നത്. അപ്പൊ വരുമ്പോ ഞങ്ങൾ താമസിക്കുന്ന റൂം ഇതാണ്. മാത്രമല്ല ഇവിടെ കിടന്നാൽ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയ കിട്ടും. താഴത്ത് ഒത്തിരി റൂമുണ്ട്, മാഡത്തിന് ഏത് റൂമാണ് സെലക്ട് ചെയ്യാം. ഒരു രക്ഷയില്ല, ഞാൻ ഈ റൂമിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്ന റൂമാണ്. ഇപ്പൊ എന്തായി? എന്നോട് ചോദിക്കാതെ വാടക കൊടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അയ്യോ ഉത്തമേട്ട, അതിപ്പം എന്ന് പറഞ്ഞിട്ട് ഉത്തമേട്ടൻ വാടകയുടെ ഷെയർ ഒന്നും ചോദിക്കല്ലേട്ടാ. ഉത്തമോ, അല്ല നീ എന്താ നിലത്ത് വന്ന് നടക്കുന്നേ? അമ്മാവനാ. ഞാൻ ഈ കുട്ടിക്കാലത്തെ നല്ല ചൂടുള്ള സമയത്ത് ഷർട്ടൊക്കെ ഉരുട്ടി ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയില് ആ ഒരു സുഖത്തിലും കിടന്ന. അപ്പൊ നൊസ്റ്റാൾജിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇപ്പൊ ഇങ്ങോട്ട്? അല്ല, ഞങ്ങള് ഈ മൊത്തത്തിലുള്ളൊരു ആശയക്കുഴപ്പം ഒന്ന് തീർക്കാൻ വേണ്ടിട്ടൊന്നും ഇങ്ങനെ വന്നതാ. അത് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അല്ല, ഞങ്ങള് പ്രശ്നമൊന്നുമില്ല, നീയാ ഇപ്പൊ പ്രശ്നം. അതെന്നാ വർത്താനം അമ്മാവ പറഞ്ഞത്? ഞാൻ ഈ പ്രാവശ്യം വന്നിട്ട് ഒരു കുഴപ്പത്തിനുള്ള മര്യാദ കടങ്ങി നിങ്ങൾ ഇറക്കിയല്ലേ, ഇത് ഞാൻ പ്രശ്നമാവണം എങ്ങനെ? അല്ല, കഴിഞ്ഞ തവണ ഉത്തമൻ വന്നതുപോലുള്ള ഒരു വരവല്ല ഇത്തവണ വന്നിട്ടുള്ളതെന്ന് മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഞങ്ങളിലൊക്കെ ഉണ്ട്. അല്ല, ആ വേഷഭൂഷാദികളിലുള്ളൊരു മാറ്റവും ഉത്തമന്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തിലുള്ളൊരു മാറ്റമൊക്കെ കണ്ടിട്ടേ അങ്ങനൊരു സംശയം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ? എടാ, നിന്റെ ഈ മാറ്റമേ നല്ലതിനാണോ ചീത്തയ്ക്കാണോന്നേ ഒന്ന് അറിഞ്ഞിരിക്കാവല്ലോ. അതെ, നല്ലതിനും അല്ല ചീത്തക്കും അല്ല, ഇതെന്റെ അവസാനത്തിനാ. അവസാനത്തിനും? നീ എന്തൊക്കെയാടാ ഉത്തമമായി പറയുന്നേ? ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ മാവാ. അതെ, നേരത്തെ അമ്മയും മരതവൊക്കെ അവിടെ നിന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. കുറെ നാളായിട്ട്
ഞാൻ അമ്പലങ്ങളിലാണ് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അമ്പലത്തിലല്ലായിരുന്നു. പിന്നെ നീ എവിടെയായിരുന്നു? തമിഴ്നാട്ടില് ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യന്റെ ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്തത്. ആശുപത്രിയില് നിനക്കതിന് എന്താ അസുഖം ഉത്തമ? ഇനിയും അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കുന്നില്ല. നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി. അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയെ ഞാൻ. ഏറിപ്പോയ ഇനിയൊരു 3 വെള്ളിയാഴ്ച അത്ര എനിക്ക് ആയുസുള്ളൂ. അങ്ങനെ ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യ പറഞ്ഞത്. എന്തൊക്കെയാ ഉത്തമ നീ പറയുന്നേ? സത്യം അമ്മാവ. ഇത് ഇങ്ങനൊരു അസുഖമുള്ള കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നു ഉത്തമ? ഇല്ലമ്മാവ, അറിഞ്ഞപ്പോഴത്തേക്ക് വളരെ വൈകിപ്പോയി. എന്റെ സങ്കടങ്ങൾ മറക്കാനാ ഓരോ തവണ വരുമ്പോ ഓരോ അലമ്പുണ്ടാക്കിണ്ടിരുന്നത്. ഏതെങ്കിലും അമ്പലത്തിന്റെ നടയിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. മരുതകം, നീ വിഷമിക്കണ്ട. വിധി ഇങ്ങനെയാണെങ്കിൽ നമുക്കത് അംഗീകരിച്ചല്ലേ പറ്റുമോളെ. എന്നാലും മാമിയാർ ഇതെങ്ങനെ സഹിക്കും? അപ്പച്ചി അറിഞ്ഞോ? മാമിയാർക്കിട്ട് ഞാൻ എല്ലാം ചൊല്ലിയാച്ച്. അമ്മേ, എന്നാലും മാമ എന്നോട് എന്താ ഈ അസുഖത്തെ പറ്റി പറയാത്തത്? അതാ എനിക്ക് ഭയങ്കര വിഷമം. അത് ശരി. അപ്പൊ അവന് ഈ അസുഖം വന്നതിൽ നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്നെ സീതമായി ഇങ്ങനെ പറയുന്നത്? കടവുളെ കിട്ടിയ ദിവസവും ഞാൻ മരിച്ചിട്ടേ മാമ മരിക്കാൻ പാടുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. എന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കല്ലേ? അക്ക, അങ്ങൊന്നും പറയല്ലേ. എന്തായാലും നമുക്കിതൊക്കെ നേരിട്ടല്ലേ പറ്റുള്ളൂ. മരുതകം, ഉത്തമം മരിച്ചു പോയാലും നിനക്ക് ഈ കുടുംബമായിട്ടുള്ള ബന്ധം വേറിട്ട് പോകരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? അതല്ല, നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോ മരതകത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട, അവന്റെ അസുഖമൊക്കെ മാറും. നമുക്ക് അതൊക്കെ ചികിത്സിച്ച് മാറ്റാം. നീ സങ്കടപ്പെടണ്ട കേട്ടോ. ഇത് മൊത്തത്തിൽ ഒരു തർക്കമായി കുറെ സമയം ഇങ്ങനെ നീണ്ടുപോകുമ്പോഴേ ഞാൻ അവിടെ കിടന്ന് വലിച്ചു പൊളിച്ച് നാശമായി പോകും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കാര്യമായിട്ട് നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ ചത്ത് കിടന്നാല് ചമഞ്ഞു കിടക്കണോന്ന് അമ്മാവൻ തന്നെയല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ചേക്കണത്. ഉത്തമോ, ഈ ചരമകോളത്തിൽ പണം കൊടുക്കുന്നതിനെ കുറിച്ച് തൽക്കാലം നീ ഇപ്പൊ ആലോചിക്കണ്ട. അല്ലമ്മാവാ, നമ്മൾ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു ധാരണയാക്കി വെച്ച് കഴിഞ്ഞാ അന്നേരം ടെൻഷൻ ഉണ്ടാവൂല. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് അടിച്ച് തകർന്നു പോപ്പോ. അതിന് നീ മരിച്ചു പോയാലല്ലേ നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അല്ലെ ഞങ്ങള് ആര്? ഞാനും എന്റെ ആങ്ങളെയും. നിങ്ങൾ രണ്ടുപേരും MBBS പഠിച്ചവരാണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും MBBS പഠിച്ച് പാസ്സായില്ലെങ്കിലുമേ ഈ MBBS പഠിച്ചവർ കുറെ ആൾക്കാർ കൂടെ ഉണ്ടല്ലോ. നമുക്ക് അവരെ ആരെങ്കിലും ഒന്ന് കാണിച്ചാലോ? അമ്മാവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യനെ ഞാൻ കണ്ടതാണ്. ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യൻ പറഞ്ഞതാ. അയാള് ഡോക്ടറല്ലേ, അല്ലാതെ ജോത്സ്യനല്ലല്ലോ. ജോത്സ്യനെ കണ്ടു മാമ, മുനിയപ്പ അങ്ങ് ഊരില്ല. ആ പുള്ളിയും പറഞ്ഞ ഇത് തന്നെയാണ്, ഞാൻ 3 വെള്ളിയാഴ്ച തികക്കില്ല. നീ പോടാ അവിടുന്ന്. നീ അവരും പറയുന്നത് കേട്ട് നിന്റെ ജീവിതം കളയുന്നത്. ആങ്ങളെ പറഞ്ഞതുപോലെ നാളെ പോയി ഡോക്ടറെ കാണണം. നീ ഒരു കാര്യം ചെയ്യും, ആ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്ത് തയ്യാറാക്കി നീ നാളെ കൊച്ചിയിലുള്ള ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ട് കാണിക്കാം. എന്തിനും രണ്ടാമത്തെ ഒരു അഭിപ്രായം നല്ലതല്ലോടാ. അതെന്തെങ്കിലും പ്രതീക്ഷയുള്ളവരുടെ കാര്യത്തിലല്ലേ, എന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട. പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് നീയാണോ? ആങ്ങളെ പറയുന്നത് പോലെ നാളെ നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. നമുക്ക് ഭംഗിയും കൂടെ കൂട്ടാവിടാ. എന്റെ അമ്മാവാ, ഇനി ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ. എന്റെ അസുഖം എന്താണെന്നറിയാമോ? ബ്രെയിനാണ്, തലച്ചോറില്. അതിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ മുത്തുവേൽ പാണ്ഡ്യൻ എന്നെ ചികിത്സിച്ച് ഭേദാക്കിയാനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ബാക്കിയുള്ള ഈ കുറച്ചു ദിവസം എന്റെ ജീവിതത്തിൽ അതെനിക്ക് ആശുപത്രി വരാൻ ഇറങ്ങാൻ പറ്റുമൊന്നുമില്ല. അമ്മ എനിക്ക് കുഞ്ഞുനാളിൽ ഉണ്ടാക്കി തന്നെ പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ ഞാൻ അതൊക്കെ കഴിച്ച് ഈ തറവാട്ടിൽ നിങ്ങളോടൊപ്പം കൂടി ജീവിക്കാൻ എന്റെ ആഗ്രഹം. അതുകൊണ്ട് പറ്റുമെങ്കിൽ അമ്മ എനിക്ക് കുഞ്ഞിലേ മുതൽ ഉണ്ടാക്കി തന്നെ ആ മാമ്പഴ പുളിശ്ശേരിയില്ലേ, അതൊഴിച്ചിട്ട് ബാക്കി എന്തുണ്ടാക്കി തന്നാലും വളരെ സന്തോഷത്തോടെ ഞാൻ തിന്നോളാം. അമ്മാവ, എന്നെ ഇനി ആശുപത്രി പറഞ്ഞു വിടരുത്. ഈ കുറച്ച് ദിവസം എനിക്കുള്ളത് ഞാൻ നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞോളാം. എന്നെ ആശുപത്രി പറഞ്ഞു വിടണ്ട അമ്മാവ.